ഫ്ലാഷ്ബാക്ക്. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന കാര്യം നടക്കാൻ വേണ്ടി പോകുന്നു. റിസൾട്ട് വരാൻ വേണ്ടി പോകുന്നു. ഇവിടെ ന്യൂസും കണ്ടിട്ട് ഇരിപ്പാണ്. അതെ ഗൈസ്, 3 മണിക്ക് ന്യൂസ് കറക്റ്റ് വന്ന് റിസൾട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോൾ എന്തായാലും 3:30ക്കാണ് കറക്റ്റ് റിസൾട്ട് സൈറ്റിൽ നോക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ. അപ്പം എന്തായാലും ഇതാണ് ടൈസിൻ്റെ ഹോൾ ടിക്കറ്റ്. നിങ്ങൾ കാണുന്നത് കണ്ടോ? ചുന്തിരി ചേച്ചിയുണ്ട്. അപ്പോൾ എനിക്ക് നല്ല പേടുണ്ട്. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം, എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കാരണം എന്ന് വെച്ചാൽ അത് നമുക്ക് പ്രതീക്ഷിച്ച കാര്യമില്ല. നമ്മൾ പഠിച്ചതിൻ്റെ മാർക്ക് കിട്ടത്തില്ല. പിന്നെ ഞാൻ മാത്രമല്ല, 4 ലക്ഷത്തോളം കുട്ടികൾ എന്നെപ്പോലെ വെയിറ്റ് ചെയ്യാനുണ്ട്. ഞങ്ങളെല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടണം ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും പ്രതീക്ഷയായിട്ട് നല്ല റിസൾട്ട് കിട്ടട്ടെ. പിന്നെ ഞാനാണ് വെറും ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. അപ്പം എനിക്ക് അത്യാവശ്യം ഞാൻ കിട്ടിയാൽ വലിയ എനിക്ക് വലിയ കാര്യം, നല്ല സന്തോഷം തന്നെയാണ്. ഞാൻ കാണുന്ന വെച്ചാൽ ഞാൻ മഹാ ഉഴുപ്പിയാണ്. കാരണം എനിക്ക് ഈ ഡ്രോയിങ്ങിനൊക്കെയാണ് താല്പര്യം. നല്ല രീതിയിൽ തന്നെ ഉഴുപ്പിയാണ്. അപ്പം എന്താണ് ഉഴുപ്പിയാണ് ഞാൻ ലാസ്റ്റ് സമയത്ത് നിന്ന് പഠിച്ചത്. അപ്പം അതിൻ്റെ മാർക്ക് കിട്ടത്തില്ലായിരിക്കും. എന്തായാലും നല്ല മാർക്ക് കിട്ടുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പം എന്താ നിങ്ങളുടെ റിസൾട്ട് ഇതെന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന റിസൾട്ട് വന്നിട്ടായിരിക്കും. ഇപ്പം നിങ്ങളുടെ റിസൾട്ടിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു, പ്രതീക്ഷിച്ചായിട്ട് മാർക്ക് ഉണ്ടായണോ അതോ കമന്റ് ചെയ്യുക. ഞങ്ങൾക്ക് കൂടെ ഒന്ന് അറിയാലോ. ഇതുമായിട്ട് 3:30 ആയിട്ടില്ല, 3:20 ആകാൻ വേണ്ടി പോകണം. എനിക്കിപ്പോൾ സമയം ഇവിടെയാണ് ചുറ്റും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ സ്വീറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നാണെങ്കിൽ ഒരു എന്തും വാങ്ങിക്കാൻ തന്നെ നമ്മൾ സിനിമ തിയേറ്ററിൽ പോവും, അതുപോലെ കടകളിൽ പോവും, അങ്ങനെ അടിച്ചു പൊളിക്കും. ഞാൻ കാര്യം പറയുവാണെങ്കിൽ എൻ്റെ വീട്ടിലത്തെ എൻ്റെ പാരൻസ് ആയിക്കോട്ടെ, എൻ്റെ അനിയനായിക്കോട്ടെ, എല്ലാവരും പറഞ്ഞത് ജയിച്ചാൽ മതി എന്നാണ്. എനിക്കും ആകെ ജയിച്ചാൽ മതി മാത്രമേ. എന്തോ എങ്ങനെ പിന്നെ നല്ല മാർക്ക് ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇപ്പം എല്ലാവരും പാരൻസോടും കൂടി പറയുകയാണ്, ഇപ്രാവശ്യത്തെ പരീക്ഷ നല്ല ടഫാണ്. അത് കാരണം ഞങ്ങൾക്കൊക്കെ മാർക്ക് ഉണ്ടാകും നല്ല രീതിയിൽ. പിന്നെ A+ ലെവലിൽ കഴിഞ്ഞ വട്ടത്തിലായിട്ട് നോക്കുമ്പം നല്ല കുറവാണ്. അതിപ്പോൾ വാർത്തയിൽ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായി. 10,000 5,000 എത്രയാണ് 14 പിള്ളേർക്കൊന്നും മാത്രമേ ഫുൾ A+ കിട്ടിയിട്ടില്ല. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അപ്പം 20% ടഫാണെന്ന് പറഞ്ഞാണ്. ഇത്രത്തോളം A+ ലെവൽ കുറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത്രയും പിള്ളേർക്ക് കുറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് എന്തായാലും മാർക്ക് ഉണ്ടാവും, നല്ല മാർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അത് തോക്കാതിരിക്കട്ടെ, പക്ഷേ ഇത് എല്ലാവരും ജയിക്കട്ടെ, നല്ല മാർക്കോടെ ജയിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് അറിയൂ. ഈ റിസൾട്ട് വരുമ്പോൾ കാണാൻ എങ്ങനെ വെയിറ്റ് റിസൾട്ട് വരുമ്പോൾ ഞാൻ വാല് ഓടാൻ വേണ്ടി കറക്റ്റ്. എൻ്റെ കൈസ് ഇവിടെ തന്നെ ഇനി ഇവിടെ ഇരിക്കാനുണ്ട്. പപ്പയ്യ ഇവിടെ തന്നെ ഉണ്ട് ടൈസ്. എൻ്റെ കാര്യം റിസൾട്ട് വരുമ്പോൾ കാണാൻ കറക്റ്റ് 5 മിനിറ്റിന്റെ ഉള്ളിൽ എനിക്ക് നല്ല ടെൻഷനാണ്. ഇത്ര ദിവസം ടെൻഷൻ. ഇപ്പൊ എനിക്ക് നല്ല ടെൻഷനുണ്ട്. വല്ലാത്ത ടെൻഷൻ, എന്താണെന്ന് അറിയത്തില്ല. റിസൾട്ട് ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം ടൈസ്, നമുക്ക് കാണിച്ചു തരാം. അങ്ങനെ മറ്റേതൊക്കെ ഹാങ് ആയിപ്പോട്ടാ. ആപ്പ് എടുക്കേണ്ടി വരുന്നത് നമ്മളുടെ. അപ്പൊ അത് വേണം. വേറെ കുറെ ആപ്പൊക്കെ ഇല്ലേ, അത് ജൂലൈ 7. ഇനി ഞാൻ നമ്പർ ഓർഡർ കൊടുക്കുവാണ്. അത് പറയാൻ പറ്റാൻ അറിയത്തില്ല. റിസൾട്ട് ഉമ്മച്ചി എടുത്തോ. 5 എണ്ണത്തിനുണ്ട് കേട്ടോ A+. 5 A+ ഉണ്ട്. ഒരു മിഡിലോ എല്ലാം ഉണ്ട് കേട്ടോ മോളെ. സന്തോഷം. ഞാൻ എന്തായാലും B ഉണ്ട്, B+ ഉണ്ട്, എനിക്ക് മാത്സ് C+ ആണ്. നിങ്ങൾ കണ്ടോ
എന്റെ തന്നെയാണ്. ഇതെന്റെ തന്നെയാണ്, ചെയ്യാൻ തന്നെയാണ്. പാസ്സാന്ന് എനിക്ക് ഉറപ്പുണ്ടാണ്. പക്ഷെ ഇത്ര സോഷ്യൽ സയൻസ്, ഫിസിക്സ്, Guys, എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കുറവ് ഏതാന്ന് ഞാൻ പറഞ്ഞുതരാം. സോഷ്യൽ സയൻസ് സോഷ്യൽ സയൻസിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കുറവ്. D മൈനസ് D മൈനസ് തോറ്റ നടപോട്ടെ. അതുമാടെ ഐടിക്ക് A+ ഉണ്ട്, അതുമാടെ ഇംഗ്ലീഷിന് A+ ഉണ്ട്, ഞങ്ങൾക്ക് മലയാളത്തിന് A+ ഉണ്ട് ഗൈസ്. എന്നിട്ട് വേറെ തേർഡ് ലാംഗ്വേജ് വേണ്ട അതിലും A+ ഉണ്ട്. തേർഡ് ലാംഗ്വേജ് ഹിന്ദി അല്ലേ? ഹിന്ദിയിലും ഉണ്ട്. കുറെ B ഉണ്ട് ഗൈസ്, ഫുള്ള് കുറെ B ഉണ്ട്. ഞാൻ പറഞ്ഞ ABC മൊത്തം ഉണ്ട്. C ഉണ്ട്, C ഉണ്ട്. നമുക്ക് മധുരം കഴിക്കാം. ഇനി ഞാൻ കുറച്ച് മധുരം പകരാം. നമുക്കെന്താ രാത്രിയില്ലേ പടക്കം പൊട്ടിച്ചിട്ട് ആദ്യം ഇനി വെച്ചോ. അയ്യോ ഇതിലേ വീരണ്ട. അത് അപ്പൊ ഓക്കെ, എല്ലാരും സന്തോഷം. അറിയത്തില്ല ഗൈസ്, ഞങ്ങൾ ഇങ്ങനൊന്നും വിചാരിച്ചില്ല കേക്ക് വാങ്ങിയൊന്നും. Emotional damage. സന്തോഷം. A few moments later. അലു കഴിച്ച് സന്തോഷിക്കണമാണ്. ഇത് എന്റെ കഷ്ടപ്പാടും എന്റെ ഫാമിലിന്റെ എല്ലാ സപ്പോർട്ടും കൂടെയാണ് എനിക്കിത്. ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും പിന്നെ റോസാപ്പിന്റെ എല്ലാത്തിനും ഇതാണ് എനിക്ക് ഇത്രയൊക്കെ മാർക്ക് കിട്ടാൻ. ഞാൻ ബിലോ ആവറേജ് ആയ സ്റ്റുഡന്റ്, എനിക്ക് ഇത്രത്തോളം പാസ്സാവുന്നത് ചെറിയ വീടാണ്. കാരണം അത്രയ്ക്ക് A+ ലെവൽ ഈ പ്രാവശ്യം കുറഞ്ഞപ്പോ തന്നെ എനിക്ക് പേടി ഉണ്ടായിരുന്നു ഇത്ര എനിക്ക് കിട്ടത്തില്ലാന്ന്. പാസ്സായി. എന്താ പറയേണ്ടത്, എനിക്ക് ഇനി പറയാനുണ്ട്. ഈ വെട്ടം പാസ്സായി എല്ലാവരും അത്ര കഷ്ടപ്പെടുണ്ടാവും. ഞങ്ങളെല്ലാം കഷ്ടപ്പെടാനായിരിക്കും പാസ്സായത്. അപ്പൊ എല്ലാവർക്കും പാസ്സായ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. നിങ്ങളുടെ വിലപ്പെട്ട നിങ്ങളുടെ റിസൾട്ട് കണ്ടപ്പോ എന്താണ് ഇതൊന്നും പറ്റും കമന്റ് ചെയ്ത് ഞങ്ങളെ കൂടെ അറിയിക്കാട്ടോ. ഒത്തിരി സന്തോഷമായി കേട്ടോ. എന്താ പറയാ പൊട്ടത്തന്നെ ശ്രമിക്കണേ. ഞാൻ ചോദിച്ചിരിക്കുന്നു. ബൈ ബൈ. എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യും.